ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും വിറ്റുപേരുടെ ആധ്യാത്മിക പ്രബോധനങ്ങളാണ്. നമ്മൾ കണ്ടു, നമ്മൾ ഈശോയിൽ വളർന്നു വരുമ്പോൾ നമുക്കെപ്പോഴും ഒരു ആത്മീയ ഗുരു ആവശ്യമാണ് എന്ന്. അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ, ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ, നമ്മളെ നയിക്കുവാൻ ഒക്കെ നമുക്ക് പറ്റിയ ഒരു ആത്മീയ ഗുരുവിനെ തരണമേ എന്ന്. അതിലൂടെയാണ് നമ്മൾ വളർന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്, ആയതിനാൽ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്, ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. 1 കൊരിന്തോസ് 4:15 തിരുവചനത്തിൽ ഇതിൽ പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്, ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കേണ്ടതിന് നമുക്ക് ഈശോയിൽ ജന്മം നൽകിയത് കർത്താവിൻ്റെ മണവാട്ടിയായ സഭയാണ്. ആ സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, ആ സഭയിലെ, ആ വിശുദ്ധ സഭയിലെ ആത്മീയ ഗുരുക്കന്മാർ നമ്മൾ നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ വചനത്തിൻ്റെ അഥവാ ആ ദൈവിക രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈശോയിൽ വളർത്തപ്പെട്ടവർ, ഈശോയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഒക്കെ നമ്മളെ ഈശോയിൽ നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ചൈതന്യം സ്വീകരിച്ചു വരുന്നവർ ആ ചൈതന്യത്തിലൂടെ തനിയെ നയിക്കപ്പെടുന്നു. വിശുദ്ധ ബെനഡിക്റ്റ്, അതുപോലെ അമ്മ ത്രേസ്യ പുണ്യവതി, ഇവരിൽ എല്ലാം ഓരോ ചൈതന്യങ്ങളായിരുന്നു. ആ ചൈതന്യത്താലാണ് ആ കമ്മ്യൂണിറ്റി നയിക്കപ്പെടുക. അങ്ങനെ അതിലൂടെ അതേ വഴിയിലൂടെ നയിക്കപ്പെടുമ്പോൾ അവർ ഈശോയിൽ ഒന്നായിത്തീരുകയാണ്. എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? ഈശോയാണ്. എല്ലാവരും നയിക്കപ്പെട്ട് എത്തുന്നത് ഈശോയോട് ചേർന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1 കൊരിന്തോസ് 3:5 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യനാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ഇതിലെന്താണ്? ശുശ്രൂഷകരുടെ സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ എല്ലാം ലക്ഷ്യം എന്താണ്? യേശു ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുക. ആ യേശു ക്രിസ്തുവാണ് നമ്മളെ വളർത്തുന്നതും ഈശോയിലാണ് നമ്മൾ വളരുന്നതും. ഒരിക്കലും നമ്മൾ വ്യക്തികളിലേക്ക് ആശ്രയം വയ്ക്കരുത്. വ്യക്തികളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു വിഗ്രഹാരാധന വരും, അവിടെ ഒരു തിന്മ രൂപപ്പെടും, അവിടെ ഒരു സ്വാർത്ഥത ഉണ്ടാകും, അവിടെ ഒരു വ്യാജ പ്രബോധനങ്ങൾ വരും. അതേസമയം ഇതെല്ലാം നയിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലേക്കാണ്. 1 കൊരിന്തോസ് 12 നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, അതുപോലെ തന്നെ ഒരു ശരീരത്തിലെ പല അവയവങ്ങൾ. ഒരു ശരീരത്തിൽ നമുക്കറിയാം പല അവയവങ്ങളുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. 1 കൊരിന്തോസ് 12 മുതലുള്ള തിരുവചനത്തിൽ അതിൽ എല്ലാ അവയവങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. കൈ കാലിനോട് പറയുകയാണ്, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് സംഭവിക്കും. അതുപോലെ അപ്രധാനങ്ങൾ എന്ന് നമ്മൾക്ക് തോന്നുന്ന പല അവയവങ്ങളും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു അവയവത്തെ കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. വളരെയേറെ കഷ്ടതകൾ സഹിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ പൂന്തോട്ടത്തിൽ ഓരോ വ്യക്തിക്കുമുള്ള പ്രാധാന്യം. അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും. നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തപ്പെടും, ഇന്നയാൾ ശരിയല്ല. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമായിട്ടത് മാറുകയാണ്.
ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം. അതേസമയം നമ്മൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ പരസ്പരം തിരുത്തിക്കൊണ്ട് പോകുന്നതും ദൈവരാജ്യത്തിൻ്റെ രഹസ്യമാണ്. അതിലൂടെ പരസ്പരം ബഹുമാനിക്കപ്പെടുന്നു, പരസ്പരം വളരുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്താണ് ആത്മാവിലുള്ള ജീവിതം. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നതാണ് ഈ പല അവയവങ്ങൾ ഒന്നായി തീർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പല ചൈതന്യങ്ങൾ ഒന്നായി ക്രിസ്തുവിൽ ലയിക്കുക, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഇതിലെല്ലാം എന്താ പറയുക, ഒരേ ആത്മാവോടും ഒരേ സ്നേഹത്തോടും ഒരേ ഐക്യത്തോടും കൂടി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. വിക്ടർ എപ്പോഴും ചൊല്ലുന്നൊരു പ്രാർത്ഥനയായിരുന്നു. തൻ്റെ ശുശ്രൂഷകരെ പഠിപ്പിച്ച് അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് ഏറ്റവും ആഗ്രഹിച്ച വചനമാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ 1 കൊറിന്തോസ് 1-ാം അധ്യായം 10-ാം വാക്യം. ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും ഒരേ ശക്തിയോടും കൂടി നിങ്ങൾ പ്രവർത്തിക്കുവിൻ. വിശുദ്ധ അഗസ്തീനോസും ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. 1 കൊറിന്തോസ് 1-10-ാം വാക്യം. ഒരേ ആത്മാവ്, ഒരേ മനസ്സ്, ഒരേ ശരീരം. അങ്ങനെ നമ്മൾ ആ ഒറ്റ മനസ്സിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൾ വരുമ്പോൾ അവിടെ ദൈവീക പ്രവർത്തനങ്ങൾ വളരെ ശക്തമാകുന്നു. അതാണ് പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മൾ കാണുക. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുമായ ദൈവമുണ്ട്. ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരുമിച്ചുള്ള ശക്തിയാണ് ഓരോ ദൈവീക ശക്തിയിലും പ്രവർത്തിക്കുന്നത്. പുത്രനായ ഈശോ ഭൂമിയിലേക്ക് അയക്കപ്പെടുമ്പോൾ പിതാവും പുത്രനും ഒരേപോലെ ആയിത്തീരുകയാണ്. ഇതുപോലെയാണ് കർത്താവിൻ്റെ രാജ്യം. അതുകൊണ്ട് നമുക്കും ആഗ്രഹിക്കാം സ്നേഹം എന്ന പുണ്യം. ഈ സ്നേഹത്തിൽ എപ്പോഴും സഹനങ്ങൾ കലർന്നിരിക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹത്തിൽ അൺകണ്ടീഷണൽ ലവ്, മറ്റൊരു വ്യക്തിയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഹൃദയം, ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചു തന്ന യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. ആ ഈശോയുടെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ, ഈശോയുടെ ക്ഷമയിൽ ആയിരിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്കൊക്കെ നമുക്ക് പോകുവാൻ സാധിക്കുക. എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഹൃദയം നമ്മൾ നേടിയെടുക്കണം. അത് നമുക്ക് പ്രാർത്ഥനയിലൂടെയും ദൈവവുമായിട്ടുള്ള ഐക്യത്തിലൂടെയും മാത്രം ലഭിക്കുന്ന ഒന്നാണ്. നമുക്ക് വിക്ടറിൻ്റെ ഈ ആധ്യാത്മിക പ്രബോധനങ്ങൾ ശ്രവിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് 85-ാമത്തെ പേജാണ്. 4 വർഷം വചനത്തിൽ നമ്മളോട് ഇരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. 4 വർഷം കർത്താവിൻ്റെ വചനത്തിൽ ഇരുന്നാൽ നിങ്ങൾ ജ്ഞാനത്തിലും അറിവിലും വളർന്ന വലിയ വൃക്ഷമായി മാറും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 22 തൊട്ട് 24 വരെ. അപ്പോൾ സകല തരത്തിലുമുള്ള മനുഷ്യർ നിങ്ങളുടെ അടുത്ത് ഓടി വരും. ഇപ്പോൾ തന്നെ നിങ്ങളെ ലോകം അറിയുവാൻ തുടങ്ങി, പക്ഷെ അത് നിങ്ങൾ അറിയുന്നില്ല. ഇതൊരു ആത്മീയ രഹസ്യമാണ്. മർക്കോസ് 4:28-29. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് കൃപ വന്നുകൊണ്ടിരിക്കും. രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ മേൽ കൃപ വർഷിക്കുന്നത്. രാത്രിയിൽ പ്രാർത്ഥിക്കാതെ നല്ല ഭക്ഷണവും കഴിച്ച് കിടക്കുകയാണെങ്കിൽ ആത്മാവിൽ താഴെ പോകും. ഒരാഴ്ച പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങളിൽ 8 ദുർഗുണങ്ങൾ വരും. ഇത് ചീത്ത ഗുണങ്ങളായിരിക്കും. 2 കൊറിന്തോസ് 12:20. തർക്കവും അസൂയയും സംശയം ഉണ്ടാകും. നമ്മിലുള്ള ബന്ധനങ്ങൾ മൂലമാണ് നമുക്ക് സംശയങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ ഇതിൽ കാണുകയാണ് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാപം ഉള്ള സമയം ആണ് രാത്രിയുടെ യാമങ്ങൾ. ഏറ്റവും കൂടുതൽ നമ്മൾ തളർന്ന് ഉറങ്ങുന്ന സമയമാണ് രാത്രിയുടെ യാമങ്ങൾ. അതുപോലെ
ദൈവം നമ്മിൽ ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന ഒരു സമയമാണ് രാത്രിയുടെ യാമങ്ങൾ. കാരണം അവിടെ ഒരു സഹനം ആവശ്യപ്പെടുന്നുണ്ട്, നമ്മുടെ ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ഉള്ള ഒരു കൃപ ലഭിക്കുമ്പോഴാണ് നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരിക്കുക. അതാ നമുക്കറിയാം, ഭൂമിയിൽ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഒരു അലതല്ലൽ ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു അലതല്ലൽ. ആരെങ്കിലുമൊക്കെയും ദിവ്യകാരുണ്യ സ്ഥലത്തിരുന്നും അതുപോലെ വീടുകളിൻ്റെ ഉള്ളിലിരുന്നും ഒക്കെ ഈശോയെ മഹത്വപ്പെടുത്തുന്നവരുണ്ട്. ക്ലോയിസ്റ്റഡ് സിസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ എപ്പോഴും എന്താണ്, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ആരാധിക്കാത്ത സമയങ്ങൾ, രാത്രിയുടെ യാമങ്ങളിൽ പല രാജ്യത്തും പല സമയങ്ങളാണെങ്കിലും ഈ രാത്രിയുടെ യാമങ്ങളിലൊക്കെ നമ്മളത് സ്വീകരിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുകയും ദൈവം മഹത്വപ്പെടുകയും ചെയ്യുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് തിന്മ തകരുക. ഈ അന്തരീക്ഷത്തിൽ എപ്പോഴും രണ്ട് ശക്തികളുണ്ട്. അവിടെ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ എപ്പോഴും ദൈവീകമായ ഒരു പ്രസന്നത ഉണ്ടാകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരമായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇതിലെന്താ പറയുക? അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. നമ്മൾ ദൈവത്തെ അറിയുന്നുണ്ട്, ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ പാപത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായി വരും. ഇതിൽ 18-ാം വചനം പറയുകയാണ്, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ദൈവവുമായി മഹത്വപ്പെടുത്തിയില്ല എങ്കിൽ ആ അന്തരീക്ഷത്തിൽ എപ്പോഴും ഒരു തിന്മയുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം. സന്ധ്യാസമയങ്ങളിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, ഒരുമിച്ചിരുന്നുള്ള നമ്മുടെ ആ പ്രാർത്ഥനകൾ നമ്മൾ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം. അങ്ങനെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ഈ സന്ധ്യാസമയം നമുക്കറിയാം, പല പാപങ്ങൾ ഒന്നിച്ചു കൂടുന്ന സമയമാണ്. സന്ധ്യാസമയത്താണ് എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ ചില സ്ഥലങ്ങളിൽ പാപത്തിൻ്റെ സ്വാധീനം കൂടുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനവും 2-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. ഈ അധർമ്മികൾ എന്ന് പറയുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, നായ്ക്കൾ എന്നാണ് പറയുക. ഈശോ ശരിക്കും നായ്ക്കൾ എന്നും അപരിച്ഛേദ്യരെന്നും ഒക്കെ നമ്മളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത്രമാത്രം പാപത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ തിന്മയ്ക്ക് നമ്മൾ കൂട്ടുനിൽക്കുമ്പോൾ മൃഗതുല്യരായി മാറുകയാണ്. ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നില്ല. ഇവർ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് അവർ വിചാരിക്കും അത് നല്ലതാണ്, തെറ്റല്ല എന്നൊക്കെ വിചാരിച്ച് ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടി ഒക്കെയാണ് ചെയ്യുക. ഇതെന്താണ്? മിത്രമെന്നു കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. ഇതെല്ലാം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മളിൽ ഇതൊക്കെ സംഭവിക്കുക. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളിൽ പാപമായിരിക്കും വസിക്കുക. രണ്ട് ശക്തികളെ നമ്മളിൽ വസിക്കുവാൻ സാധിക്കുകയുള്ളൂ.
ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പാപം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വിട്ടുപോരാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ നമ്മൾ കൂടുതലും പാപത്തിലേക്കായിരിക്കും ചായ്വ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായിട്ട് ചിന്തിച്ചില്ല. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തപ്പോൾ അബ്രഹാം ആരായി മാറി? വിശ്വാസികളുടെ പിതാവായി മാറി. കണ്ടോ, അബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ശക്തി പ്രാപിച്ചു എന്ന് പറയുക. അതിലൂടെ നമ്മളെന്താണ്? ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഉപകരണമായി നമ്മൾ മാറുകയാണ്. ഇതിനുശേഷം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥന ഇല്ലാതിരുന്നാൽ, ഈശോയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണിതല്ല, ഈശോയുടെ വചനത്തിൽ ജീവിക്കുവാൻ, ഈശോയുടെ കൂടെ ആയിരിക്കുവാനൊക്കെ ആഗ്രഹം കുറച്ച് നാളത്തേക്കല്ല. മർക്കോസ് 13:13 നമ്മൾ കേൾക്കുന്നുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കർത്താവിൻ്റെ ദിവസങ്ങളാക്കി മാറ്റിയാൽ എന്താണ്? അവിടെയും ഒരു പുണ്യം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇതിൽ പറയുകയാണ്, പ്രാർത്ഥിക്കാതിരുന്നാൽ, ഒരാഴ്ച നാളുകളൊക്കെ നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയില്ല എങ്കിൽ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നില്ല എങ്കിൽ, അതുപോലെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതൊക്കെ ഇരുന്നാൽ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. എപ്പോഴും സാത്താൻ നോക്കിയിരിക്കുന്നത്, ജാഗരൂകരായിരിക്കുന്നത് ആരുടെ കാര്യത്തിലാണ്? ഈശോയിൽ വളരുന്നവരുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന നമ്മളിൽ മുടങ്ങുമ്പോൾ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. 2 കൊരിന്തോസ് 12-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതിൽ പൗലോസ്ലീഹ തൻ്റെ മക്കളെ, തൻ്റെ ശിഷ്യരെ വളർത്തുന്നത് ദൈവഭയത്തിലും ശാസനകളും ശിക്ഷണങ്ങളും എല്ലാം കൊടുത്താണ്. അവർ പാപത്തിൽ പോകുമ്പോൾ ഏറ്റവും വേദനിക്കുന്ന ആരാണ്? പൗലോസ്ലീഹായുടെ ഹൃദയം കത്തി എരിയുന്നു നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്തോസ് 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ അതിൽ പറയാണ്, ആര് ബലഹീനനാകുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തി എരിയാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തി എരിയാത്തത്? കേട്ടോ, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളെ നയിക്കുന്നവരുടെ, നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുവരുന്നവരുടെ ഹൃദയത്തിലും വേദനകളുണ്ടാകും. കർത്താവിൻ്റെ മണവാട്ടിയായ സഭയിൽ നമ്മൾ ഓരോ വ്യക്തിയും ആ വിശ്വാസം കുറയുമ്പോൾ, പ്രാർത്ഥനകൾ കുറയുമ്പോൾ അവിടെ വലിയ വലിയ കുറവുകൾ, വിള്ളലുകൾ ഒക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം പ്രാർത്ഥന അഥവാ ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ ഐക്യവും സ്നേഹവും ഉണ്ടാക്കുന്നു, പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ ഐക്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും, നമ്മൾ പരസ്പരം കണ്ടില്ലെങ്കിലും ഒരേ സ്നേഹത്തോടും ഒരേ ഐക്യത്തോടും കൂടി ഒറ്റ ആത്മാവിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു ഐക്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഒത്തിരി സ്ഥലത്ത് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിലും കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലും അതുപോലെ കൊറിന്ത്യർക്കെഴുതിയ ലേഖനത്തിലും എല്ലാം പറയുന്നുണ്ട്, ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവ് നിങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒരേ സ്നേഹത്തിലും ഒരേ ഐക്യത്തിലും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നൊക്കെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ അത് സാധ്യമാകാത്തത് കാരണം തിന്മ ഇതിൻ്റെ ഇടയിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. ഈ തിന്മയെ തകർക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾ ആവശ്യമാണ്, ദൈവസ്നേഹം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കൂടെ വായിക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും നമ്മൾ കൂടെ വായിക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യമുണ്ടാകും, ദൈവിക ചൈതന്യമുണ്ടാകും. അതിലൂടെ ദൈവരാജ്യത്തിലെ ഐക്യത്തിൻ്റെ ആത്മാവിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം.
പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളവരാകുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. റോമാക്കാർക്കെതിരെ ലേഖനം 12-ാം അധ്യായത്തിൽ 11-12 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീഷ്ണതയിൽ മാന്യം സംഭവിക്കുന്നത് വിശ്വാസക്കുറവ് വരുമ്പോഴാണ്. നമ്മുടെ പരസ്പരം ഉള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവിടെ തീഷ്ണതയ്ക്ക് കുറവ് സംഭവിക്കുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലും ഏലിയ പ്രവാചകനെ ജെസബൽ എന്ന ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയും ഓടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ വിശ്വാസത്തിനെതിരെ അഥവാ പാപം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അവിടെ തിന്മ ഉണ്ടാകുമ്പോൾ ഏലിയ പ്രവാചകൻ അസ്വസ്ഥപ്പെടുകയാണ്. എന്നിട്ട് ഏലിയ പ്രവാചകൻ അത്യുന്നതനായ ദൈവത്തോട് പോയി പറയുകയാണ്, കർത്താവേ, അങ്ങേപ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ കത്തിജ്വലിക്കുകയാണ്. കാരണം തിന്മ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ആത്മാവ് കത്തിജ്വലിക്കും. അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലും ഇസ്രായേൽ ജനം വേദനിച്ച് കരയുമ്പോൾ, അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. അവിടെ നീതിക്ക് വേണ്ടിയിട്ടാണ് അവർ കരയുക. അപ്പോഴാണ് ദൈവം അഗ്നിയിൽ ഇറങ്ങി വന്ന് മുൾപ്പടർപ്പ് ചാമ്പലാകാത്ത വിധം കത്തി ജ്വലിക്കുന്ന ഒരു ദൃശ്യം മോശ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ദൈവത്തെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ മോശ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ തന്നെ, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവത്തെ തന്നെയാണ് മോശയിലൂടെ അയക്കപ്പെടുക. അപ്പോൾ നമുക്ക് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് സ്വീകരിച്ച് നമ്മുടെ ഹൃദയം അത്യുന്നത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തീഷ്ണമായിട്ട് ആഗ്രഹിക്കാം. അതിന് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ മാതാവേ, സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും ഒക്കെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.